കൂടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് കണക്കുകൾ ചെയ്യാം. ആദ്യത്തേത്, ആഫ്റ്റർ സെല്ലിംഗ് 5 pence എ ഷോപ്പ് കീപ്പർ പർച്ചേസസ് 2 pence വിത്ത് ദ പ്രോഫിറ്റ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ സെല്ലിംഗ് 5 pence. അതായത് ഒരു കടക്കാരൻ 5 പേന വിറ്റു. ഈ 5 പേന വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റും കൊണ്ട് പുള്ളി വേറെ 2 പേന മേടിച്ചു. ഇഫ് ഹി ഏൺസ് 20 rupees ഓൺ സെല്ലിംഗ് എ പെൻ, അതായത് ഒരു പേന വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് 20 രൂപയാണെങ്കിൽ ദെൻ ഫൈൻഡ് എസ് പി ഓഫ് എ പെൻ. ആ പേനയുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, പുള്ളി 5 പേന വിറ്റു. 5 പേന വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് പുള്ളി 2 പേന മേടിച്ചു. ഇവിടെ ഒരു പേന മേടിക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഒരു പേന മേടിക്കുമ്പോൾ 20 രൂപ പ്രോഫിറ്റ്. അപ്പോൾ 5 പേന മേടിക്കുമ്പോൾ എത്ര പ്രോഫിറ്റ്? 5 × 20 100 രൂപ പ്രോഫിറ്റ്. ഈ 5 പേന വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ടാണ് പുള്ളി 2 പേന മേടിച്ചത്. അപ്പോൾ ഈ 2 പേനയുടെ കോസ്റ്റ് പ്രൈസ് അല്ലേ ഈ കിടക്കുന്ന 100 രൂപ. അതായത് 5 പേനയുടെ പ്രോഫിറ്റ് കൊണ്ടാണ് പുള്ളി 2 പേന മേടിച്ചത്. 5 പേനയുടെ പ്രോഫിറ്റ് 100 രൂപ. അപ്പോൾ 2 പേനയുടെ കോസ്റ്റ് പ്രൈസ് ആണ് 100 രൂപ. അപ്പോൾ ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 രൂപ. അപ്പോൾ നോക്കി, ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് 50. ഒരു പേന വിൽക്കുമ്പോൾ പുള്ളിക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 50-നോട് 20 കൂട്ടിയാൽ പോരെ. 50 കോസ്റ്റ് പ്രൈസ്, 20 പ്രോഫിറ്റ്. അപ്പോൾ 70 ആണ് പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അടുത്ത ചോദ്യം. എ ഷോപ്പ് കീപ്പർ വാണ്ട്സ് ടു സെൽ one article at a profit of 20% and another article at a profit of 14 and 2/7% such that selling price of both the article is same. അതായത് ഒരു കടക്കാരന് 2 സാധനങ്ങൾ വിൽക്കണം. ഒരു സംഭവം 20% പ്രോഫിറ്റിനും മറ്റേത് 14 and 2/7% പ്രോഫിറ്റിനും വിൽക്കണം. പക്ഷേ വിൽക്കുമ്പോൾ രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ബോത്ത് ആർട്ടിക്കിൾ. ആ 2 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, ആദ്യത്തേത് 20% പ്രോഫിറ്റിന് വിൽക്കണം. 20% എന്ന് പറഞ്ഞാൽ 1/5. അതായത് 5 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 1 പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 5 × 1 6. രണ്ടാമത്തേത് 14 and 2/7% വിൽക്കണ്ടേ. 14 and 2/7% എന്ന് പറഞ്ഞാൽ 1/7. ഇത് എങ്ങനെയാണ് 1/7 ആയെന്ന് നോക്കാം. 14 and 2/7% എന്നല്ലേ, ഇത് സാധാ ഫ്രാക്ഷൻ ആക്കുക. 14 എഴുതുക 98. 98 2 100. 100/7% അല്ലേ. അപ്പോൾ താഴെ 2 0 ഇടുക. ഇതും പോയി 1/7 കിട്ടും. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, 1 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? പ്രോഫിറ്റും കോസ്റ്റും കൂടെ കൂട്ടുക. അപ്പോൾ 8 കിട്ടും. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കണം എന്നാണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 8ഉം ഇവിടെ സെല്ലിംഗ് പ്രൈസ് 6ഉമാണ്. 8ഉം 6ഉം സെയിം ആക്കണം. 8ഉം 6ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ? അതിന് വേണ്ടിയിട്ട് 8ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് 6 പോകുമെന്ന് നോക്കിയാൽ മതി. 8ൻ്റെ അടുത്തത് 16, പിന്നെ അടുത്ത് 24. 24 6 പോകുമല്ലോ. അപ്പോൾ 8നെ 24 ആക്കാൻ വേണ്ടിയിട്ട് 3 വെച്ച് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ മൊത്തം 3 വെച്ച് ഗുണിക്കുക. 7നെ 3 വെച്ച് ഗുണിച്ചാൽ 21. 1നെ 3 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ 3. ഈ 6നെ 24 ആക്കാൻ എത്ര വെച്ച് ഗുണിക്കണം? 4 വെച്ച് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 4 വെച്ച് ഗുണിക്കുക, ഇവിടെ 4 വെച്ച് ഗുണിക്കുക. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ 21, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് 20. കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോയിൽ ചോദിച്ചേക്കുന്നത്. ആദ്യത്തേൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20, രണ്ടാമത്തേൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ 20:21 ആണ് നമുക്ക് വേണ്ട റേഷ്യോ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസോണസ്റ്റ് മിൽക്ക് മാൻ പർച്ചേസ്ഡ് മിൽക്ക് അറ്റ് 10 rupees per liter and mixed it with 5 liter water and sold at 10 rupees per liter and gained 20%. അതായത് ഒരു സത്യസന്ധനല്ലാത്ത മിൽക്ക് മാൻ, ഒരു പാല് കച്ചവടക്കാരൻ, പുള്ളി 10 രൂപയ്ക്ക്, അതായത് 1 ലിറ്ററിന് 10 രൂപ നിരക്കിൽ പുള്ളി പാല് മേടിച്ചു. എന്നിട്ട് അതിനകത്ത് 5 ലിറ്റർ വാട്ടർ മിക്സ് ചെയ്തു. എന്നിട്ട് 1 ലിറ്ററിന് 10 രൂപയ്ക്ക് പുള്ളി വിറ്റു. പുള്ളിക്കപ്പോൾ 20% പ്രോഫിറ്റ് ഉണ്ടായി. ഫൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഹി ബോട്ട്. അപ്പോൾ ആദ്യം പുള്ളി എത്ര ലിറ്റർ മിൽക്ക് മേടിച്ചെന്ന് നമ്മളോട് ചോദിച്ചേക്കുക. നോക്കി, ഇവിടെ പുള്ളി 10 രൂപ 1 ലിറ്ററിന് വെച്ച് പുള്ളി മിൽക്ക് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് 5 ലിറ്റർ വെള്ളം ചേർത്തിട്ട് 1 ലിറ്ററിന് 10 രൂപ വെച്ച് പുള്ളി വിറ്റു. അപ്പോൾ പുള്ളിക്ക് 20% പ്രോഫിറ്റ് കിട്ടി. സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു കച്ചവടം നടത്തുക എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? നമ്മൾ ആദ്യം കുറച്ച് പൈസ മുടക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 100 രൂപ മുടക്കി ഒരു സാധനം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പ്രൈസ് കൂട്ടി അത് വിൽക്കും. ഞാനത് 120 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ എനിക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇവിടെ പുള്ളി 1 ലിറ്ററിന് 10 രൂപ നിരക്കിൽ മിൽക്ക് മേടിച്ചു. അതിനകത്ത് വെള്ളം ചേർത്തിട്ട് 1 ലിറ്ററിന് 10 രൂപയ്ക്ക് തന്നെ പുള്ളി വിറ്റു. അപ്പോൾ മുടക്കിയ പൈസയ്ക്ക് തന്നെ പുള്ളി വിറ്റു. അപ്പോൾ പുള്ളി ഇവിടെ ഈ പ്രൈസ് കൂട്ടിയിട്ടല്ല ലാഭം ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെയാണ്?
ക്വാണ്ടിറ്റിയിൽ കൃത്രിമം വരുത്തിയിട്ടാണ്, ശരിയല്ലേ? പുള്ളി പ്യുവർ മിൽക്ക് മേടിച്ചു, അതിനകത്ത് വെള്ളം കലർത്തിയിട്ട് പുള്ളി അതേ പ്രൈസിന് തന്നെ വിറ്റു. അങ്ങനെയാണ് പുള്ളി ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ മേടിച്ചതും വിറ്റതും ഒരേ പ്രൈസിനായതുകൊണ്ട് പ്രൈസ് ഇനി നോക്കണ്ട, ഈ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നോക്കുക, ഇവിടെ പുള്ളിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5, 20/100 അടിച്ചാൽ മതി. അപ്പോൾ 1/5 എന്ന് കിട്ടും. നമ്മളിപ്പോൾ ഇത് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇത് പുള്ളിയുടെ കോസ്റ്റ് പ്രൈസ്, ഇത് പുള്ളിയുടെ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക, 5 1 6. പക്ഷേ ഇവിടെ പുള്ളി മേടിച്ചതും വിറ്റതും ഒരേ എമൗണ്ടിനാണ്. അപ്പോൾ ഇവിടെ പുള്ളി കൃത്രിമം കാണിച്ചത് അളവില്ല, അതുകൊണ്ട് നമ്മളത് അളവിൻ്റെ ബേസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, പുള്ളി 6 യൂണിറ്റ് സാധനം വിൽക്കുമ്പോൾ അതിനകത്ത് 5 യൂണിറ്റ് മിൽക്കും 1 യൂണിറ്റ് വാട്ടറും ആയിരിക്കും. അതായത് 5 യൂണിറ്റ് മിൽക്കിൻ്റെ കൂടെ 1 യൂണിറ്റ് വാട്ടർ ചേർത്തിട്ടാണ് പുള്ളി 6 യൂണിറ്റാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ വാട്ടറിൻ്റെ അളവും മിൽക്കിൻ്റെ അളവും തമ്മിലുള്ള റേഷ്യോ 1:5 ആണ്. വാട്ടർ 1, മിൽക്ക് 5. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 ലിറ്റർ വാട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 × 5 25. അപ്പോൾ മിൽക്കിൻ്റെ അളവ് 25 ലിറ്റർ. മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ, സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 12 ആർട്ടിക്കിൾസ്. 8 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വലാണ്. ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് 1 ആർട്ടിക്കിൾ. ഒരാർട്ടിക്കിൾ വയ്ക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് റേഷ്യോ കിട്ടും. 12 അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 12 4 വെച്ച് കിട്ടിയാൽ 2/3 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, കോസ്റ്റ് പ്രൈസ് 2, സെല്ലിംഗ് പ്രൈസ് 3. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 3ൽ നിന്ന് 2 കുറയ്ക്കുക, 1. അപ്പോൾ പുള്ളിയുടെ പ്രോഫിറ്റ് 1, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2 × 100 ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. എത്ര കിട്ടും? 50%. അടുത്തത്, 100 ഓറഞ്ചസ് ആർ ബോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 350 rupees ആൻഡ് സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ് 48 per dozen. അതായത് 100 ഓറഞ്ച് 350 രൂപയ്ക്ക് മേടിച്ചിട്ട് 1 ഡസൻ ഓറഞ്ചിന് 48 രൂപ വെച്ച് വിൽക്കും. ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നോക്കി, 100 ഓറഞ്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 350 രൂപ. പുള്ളി വിൽക്കുന്നത് എങ്ങനെയാണ്? 1 ഡസൻ 48 രൂപയ്ക്ക്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം. 12 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് ഈ തന്നേക്കുന്നത്. എത്രയാണ്? 48. 12 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 48. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 100 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 350. അപ്പോൾ 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 35. 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇവിടെയുണ്ട്, ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇവിടെയുണ്ട്. ഇത് 10 ആക്കുക. അപ്പോൾ 10 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ നോക്കി, 10 എണ്ണം 35 രൂപയ്ക്ക് മേടിച്ചിട്ട് 10 എണ്ണം പുള്ളി 40 രൂപയ്ക്ക് വിൽക്കും. പ്രോഫിറ്റ് എത്രയാണ്? 5 രൂപ. കോസ്റ്റ് 35 × 100 ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. 5 താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 7. 1/7 × 100 ചെയ്ത് കഴിഞ്ഞാൽ 14 ആൻഡ് 2/7 കിട്ടും നമ്മുടെ ആൻസർ. 14 ആൻഡ് 2/7 ഇവിടെ പ്രോഫിറ്റ് ആട്ടോ. അപ്പോൾ 14 ആൻഡ് 2/7 പ്രോഫിറ്റ് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത്, അസ്ലാം സോൾഡ് 2 vehicles for ₹46,000 ഈച്ച്. അസ്ലാം എന്ന് പറഞ്ഞിട്ടൊരാൾ 46,000 രൂപയ്ക്ക് 2 വണ്ടി വിറ്റു. ഓൺ 1 vehicle ഹി ഗെയിൻഡ് 10%. ഒരെണ്ണത്തിൽ പുള്ളിക്ക് 10% ലാഭം ഉണ്ടായി. ഓൺ അനദർ ഹി ലോസ്റ്റ് 10%. വേറെണ്ണത്തിൽ പുള്ളിക്ക് 10% നഷ്ടം ഉണ്ടായി. വട്ട്സ് എ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പുള്ളിക്ക് ഈ മൊത്തം കച്ചവടത്തിലുണ്ടായ പ്രോഫിറ്റ് ലോസ് എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളി 46,000 രൂപയ്ക്ക് വിറ്റത്. അതായത് പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ് സെയിമാണ്. ഒരെണ്ണത്തിൽ 10% പ്രോഫിറ്റ്, ഒരെണ്ണത്തിൽ 10% നഷ്ടം. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 10% പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് 110-നാണ് പുള്ളി ഇത് വിൽക്കുന്നത്. ഇത് പുള്ളിയുടെ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 10/11 കിട്ടും. ഒരെണ്ണത്തിൽ 10% നഷ്ടം, അതായത് 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 10% കുറച്ചേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 90-നെ വിൽക്കാൻ പറ്റുള്ളൂ. ഇത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 9/10 കിട്ടും. രണ്ടും പുള്ളി 46,000 രൂപയ്ക്കല്ലേ വിറ്റത്. അപ്പോൾ രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിമാണ്. അപ്പോൾ ഈ 11ഉം 9ഉം സെയിം ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 9 വെച്ച് ഇവിടെയും ഗുണിക്കുക, 11 വെച്ച് ഇവിടെയും ഗുണിക്കുക. അപ്പോൾ ഇവിടെ 99/90 എന്ന് വരും, ഇവിടെ 99/110 എന്ന് വരും. അപ്പോൾ നോക്കി, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് 90, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് 110. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് പുള്ളി ടോട്ടൽ മുടക്കിയത് കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ 200 എന്ന് കിട്ടും. ഇത് പുള്ളിയുടെ ടോട്ടൽ കോസ്റ്റ്. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് രണ്ടും വിറ്റപ്പോൾ പുള്ളിക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്ന്. ഇത് 99 രണ്ടും കൂടെ കൂട്ടുക. ഇത് 100 - 1, ഇത് 100 - 1. 200 - 2 ചെയ്താൽ മതി. അപ്പോൾ
ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 198 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, പുള്ളി 200 രൂപ മുടക്കി, പക്ഷെ 198 രൂപയ്ക്ക് കിട്ടിയുള്ളൂ. എത്ര രൂപ കുറച്ച് വിറ്റത്? 2 രൂപ. മുടക്കിയത് 200 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 1% ലോസ് എന്ന് കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമ്മൾ റേഷ്യോ എടുത്തല്ലേ ചെയ്തത്. നമ്മൾ ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ അവിടെ ഈ 46,000 ഇട്ട് ചെയ്താലും ലാസ്റ്റ് ആൻസർ ഇത് തന്നെ വരത്തുള്ളൂ. 46,000 കിട്ടിയ നമ്പേഴ്സ് ഒരുപാട് വലുതായി പോകത്തില്ലേ? അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആഫ്റ്റർ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ സെർട്ടൻ പ്രൈസ് ഇഫ് ദർ ഒക്കർ എ ലോസ് ഓഫ് 35% ഓൺ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ അറ്റ് 3/5 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്? അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ 3/5 നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് 35% ലോസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന് തന്നെ നമ്മൾ വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് പേഴ്സൺ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഒരു കോസ്റ്റ് പ്രൈസും ഒരു സെല്ലിംഗ് പ്രൈസും ഉണ്ട്. ഇവിടെ പ്രോഫിറ്റും ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. ഈ പ്രോഫിറ്റ് പേഴ്സൺ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കുള്ള ഹിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 3/5 പ്രൈസിന് നമ്മൾ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ 35% ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഒരു 5 ആണെന്ന് വിചാരിക്കാം. ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് 5. ഇതിൻ്റെ 3/5 എടുത്താൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 3 ആണ്. ഈ 3ക്ക് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് 35% ലോസാണ്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 35% കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% കോസ്റ്റ് പ്രൈസാണ്. അതിൽ നിന്ന് 35% കുറച്ച് എത്ര കിട്ടും? 65% കിട്ടും. അപ്പോൾ 3ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് പ്രൈസിന് 65% ആവത്തുള്ളൂ. അപ്പോൾ 5ന് വിറ്റ് കഴിഞ്ഞാൽ എത്രയാവുന്നല്ലോ നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 അങ്ങോട്ട് വിടുക. അപ്പോൾ ഇവിടെ 1 വരും. ഈ 1നെ 5 വെച്ച് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്യുക. ഇപ്പോൾ ഇവിടെ എത്ര പെർസെൻറ്റേജ് വരുന്നതെന്ന് നോക്കുക. അത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 65 ഇൻറ്റു 5 എത്ര കിട്ടും? 300ഉം 25, 325. അപ്പോൾ 325% ബൈ 3. 3 വെട്ടിയാൽ 1, 2ൽ 3 പോകത്തില്ല, 0. 25ൽ 3, 8, 24, പിന്നെ 1/3. അപ്പോൾ നോക്കി, 5ന് വിറ്റ് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 108 ആൻഡ് 1/3% കിട്ടും. അപ്പോൾ 5ന് വിൽക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100%, അതിനേക്കാളും ഒരു 8 ആൻഡ് 1/3% കൂട്ടി നമുക്ക് വിൽക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 8 ആൻഡ് 1/3. 8 ആൻഡ് 1/3 എന്ന് പറഞ്ഞാൽ 8.33. ഓക്കെ, മനസ്സിലാക്കിയതെന്ന് അടുത്ത ദിവസത്തിലേക്ക് പോകാം. വരുൺ സോൾഡ് ആൻ ആർട്ടിക്കിൾ ഫോർ 6384 ആൻഡ് ഇൻകേർഡ് എ ലോസ് ഓഫ് 30%. അതായത് 6384 ഒരു സാധനം വിറ്റപ്പോൾ പുള്ളിക്ക് 30% നഷ്ടം ഉണ്ടായി. അറ്റ് വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ഹി ഹാവ് സോൾഡ് ദ ഐറ്റം ടു ഹാവ് ഗെയിൻഡ് എ പ്രോഫിറ്റ് ഓഫ് 30%? അപ്പോൾ 30% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പുള്ളി എത്രയും വിൽക്കണമായിരുന്നു നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6384 വിറ്റ് കഴിഞ്ഞാൽ 30% ലോസാണ്. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 70%-ത്തിലേ വിൽക്കാൻ പറ്റുള്ളൂ. ഈ 70% അങ്ങോട്ട് കൊണ്ടുപോകുക, 70%. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇനി നമുക്ക് 30% പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും 30% കയറ്റി വിൽക്കണം. അപ്പോൾ അതിൻ്റെ 130%-ത്തിൽ നമ്മൾ വിൽക്കണം. ഇവിടെ ഇൻറ്റു 130% ചെയ്യുക. ഇത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇത് 130%, ഇത് 70%. പെർസെൻറ്റേജും പോയി. ഈ 0യും പോയി. 7 മുകളിലേക്ക് വിട്ടിക്കഴിഞ്ഞാൽ 7 9 63. ഇനി 7 ഇൻറ്റു 12 ചെയ്താൽ 84. അത് നേരെ 12 എഴുതുക. അപ്പോൾ 912 ഇൻറ്റു 13 ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ അത് ചെയ്യാനായിട്ട് 912 ഇൻറ്റു 10 ചെയ്യാതെ, അപ്പോൾ 9120 എന്ന് കിട്ടും. ഇനി 912 ഇൻറ്റു 3 ചെയ്യാം. എത്ര കിട്ടും? 9 27, 2700. പിന്നെ 12 ഇൻറ്റു 3 ചെയ്താൽ 36 എന്ന് കിട്ടും. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8 5 6 9 11, 11856 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്. രാഹുൽ ഇൻകേർഡ് ലോസ് ഓഫ് 55% ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 9549. അതായത് 9549 ഒരു സാധനം വിറ്റപ്പോൾ രാഹുലിന് 55% ലോസ് ഉണ്ടായി. വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിപ്പോൾ നോക്കി, 55% ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ 55% കുറച്ച് ആണ് പുള്ളി വിറ്റത്. സെല്ലിംഗ് പ്രൈസ് ഉണ്ട് 9549. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% കോസ്റ്റ് പ്രൈസാണ്. അതിൽ നിന്ന് 55% കുറയ്ക്കുക. 100ൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 45%. ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് കിട്ടത്തില്ലേ?
ഇപ്പോൾ വെട്ടുക. ഇവിടെ 9 5 4 9, അപ്പോൾ മൊത്തം 9 വെച്ച് വെട്ടാൻ പറ്റും. ഇവിടെ 9 വെച്ച് വെട്ടി 5, ഇവിടെ 9 വെച്ച് വെട്ടി 1, 9 6 54, പിന്നെ 1, 5 അങ്ങോട്ട് വിട്ട്, I 2 10, 6 1 1, 11 2, I 2 10, പിന്നെ 1, പിന്നെ 0.2, 100 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 21220 എന്ന് കിട്ടും നമ്മൾ ആൻസർ. 21220, നൺ ഓഫ് ദീസ്. അടുത്തത്, അനുരാഗ് ബൈസ് ആൻ ഓൾഡ് ലാപ്ടോപ്പ് ഫോർ Rs 17500 ആൻഡ് സ്പെൻസ് Rs 2500 ഫോർ ഇറ്റ്സ് റിപ്പയർ. അതായത് അനുരാഗ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പഴയ ലാപ്ടോപ്പ് 17500 മേടിച്ചു, എന്നിട്ട് 2500 പുള്ളി അത് റിപ്പയർ ചെയ്തു. ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഫ്രം ദിസ് ലാപ്ടോപ്പ് ആൻഡ് സെയിൽസ് ലാപ്ടോപ്പ് അറ്റ് Rs 22500. അതായത് പുള്ളി അത് വിൽക്കുകയാണ് 22500. അപ്പോൾ പുള്ളി പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ചേക്കുമോ നോക്കി. മേടിച്ചത് 17500, അതിനകത്ത് 2500 മുടക്കി, അപ്പോൾ എത്രയായി? 19, അത് 20000 ആയി. എന്നിട്ട് പുള്ളി അത് 22500 വിൽക്കുക, അപ്പോൾ ഉള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ചേക്കുക. ഇത് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് എത്രയാണ്? 2500. പുള്ളിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 20000. ഇനി ഇൻറ്റു 100 ചെയ്താൽ പോരെ. അപ്പോൾ താഴെ മുകളിൽ 4 0, 25/2 ചെയ്ത് കഴിഞ്ഞാൽ 12,000 കിട്ടും. ഇതാണ് പുള്ളിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ കൂട്ടരെ നമ്മളിന്ന് ചെയ്ത കണക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് മിക്ക കണക്കും നമ്മൾ റേഷ്യോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലേലിസ്റ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ചെയ്ത വീഡിയോ ഒക്കെ അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടേക്കാം. ഇനി ഇൻ കേസ് അതിൻ്റെ അകത്ത് കണ്ടില്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവിലുള്ള എല്ലാ വീഡിയോയും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.